എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ സിഡ്നിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ബോണ്ടി ബീച്ചിൽ വെച്ച് നടന്ന വെടിവെപ്പിൽ ഏകദേശം 14ഓളം ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന 2 ജിഹാദികൾ, ബാപ്പയും മകനും. ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ഹനോക്കെ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ ഒത്തുകൂടിയിരുന്നു. അതായത് അവർ ജൂതന്മാർ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ജിഹാദികൾ അങ്ങോട്ട് 20 മിനിറ്റോളം വെടി തീർത്തു, ഈ ബാപ്പയും മകനും ചേർന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 10, 14, 15ഓളം പേർ കൊല്ലപ്പെട്ടു. 25ഓളം പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റു. ഇതിൽ നിന്ന് എത്ര പേര് ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത്രക്കും ഗുരുതരമാണ് അവരുടെ പരിക്കുകൾ. അപ്പോൾ ഇതിനെ തുടർന്ന് ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കലാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടുത്തെ മുസ്ലിം മൈഗ്രൻസ് ഉണ്ടല്ലോ, മുസ്ലിങ്ങളെ തെരുവിലിട്ട് തല്ലി കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഓസ്ട്രേലിയ അവസ്ഥ. അതായത് അവിടെ താമസിക്കുന്നത്, പ്രത്യേകിച്ച് സിഡ്നിയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ ഇതിൻ്റെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിൻ്റെ സമയത്ത് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് സിഡ്നി ബ്രിഡ്ജിൽ ഏകദേശം 25,000ഓളം മുസ്ലിംസ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഹമാസിൻ്റെ അതേ രീതിയിൽ വേഷവിധാനങ്ങളോട് കൂടി അവിടെ വലിയ രീതിയിലുള്ള പ്രകടനം, ഹമാസിന് അനുകൂലമായ പ്രകടനം നടത്തിയിരുന്നു. അന്ന് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടാകും എന്ന് അന്ന് നെതന്യാഹു വാൺ ചെയ്തിരിക്കുകയാണ്. അന്ന് പ്രൈം മിനിസ്റ്റർ ആൻ്റണി ആൽബനീസ് നെതന്യാഹുവിൻ്റെ വാക്ക് വിലക്കെടുത്തില്ല. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കലാപം, അതായത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കലാപം ഓസ്ട്രേലിയയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം മുസ്ലിങ്ങൾ തമ്പടിച്ച് താമസിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും അപ്പാർട്ട്മെൻറ്റിലും അവിടെ ഫ്ലാറ്റിലൊക്കെ കയറിയിട്ട് സെപ്പറേറ്റ് വീടായാലും എല്ലായിടത്തും കയറിയിട്ട് അടിച്ച് ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, അത്തരത്തിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സംവിധാനം അങ്ങനെ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവിടെയും അത് അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പെഹൽഗാമിലൊക്കെ ഭീകരാക്രമണം നടന്നപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ ന്യായീകരിക്കുകയാണ് ഉമാർ ചെയ്തത്. കേരളത്തിലടക്കമുള്ള സുഡാപ്പികളൊക്കെ ചേർന്ന് അതിനെ ന്യായീകരിക്കുമായിരുന്നു. അതായത് ഇലക്ഷൻ എടുത്തിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ചെയ്യിപ്പിച്ചാണ് തരത്തിൽ. ഇത് തന്നെയാണ് ഇവിടുത്തെ, അതായത് ഓസ്ട്രേലിയ സുഡാപ്പികൾ അവിടെ പ്രചരിപ്പിക്കുന്നത്. എന്താണ് ഓസ്ട്രേലിയയിലെ സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത്? അതായത് അതായത് ഇസ്രായേലാണ് ഇത് ചെയ്തത്. അതായത് ഓസ്ട്രേലിയൻ അടിക്കാൻ ഒരു വടി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേലാണ് ഇവിടെ ഇത് ചെയ്തതിൻ്റെ തരത്തിലുള്ള പ്രചരണമാണ് അവിടുത്തെ ഓസ്ട്രേലിയ സുഡാപ്പികൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസ്. ആൻ്റണി ആൽബനീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇസ്രായേലായിട്ട് ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നെതന്യാഹു മുമ്പ് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് ഈ ഹമാസ്, അത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ആണോ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾക്കാർ, നിരവധി ആൾക്കാർ ഹമാസിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കോൺട്രവേഴ്സി ഇല്ല. അത് അവർക്ക് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് നെതന്യാഹു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ആൻ്റണി ആൽബനീസിനെ അടിക്കാനും ഓസ്ട്രേലിയ അടിക്കാൻ വേണ്ടി ഒരു വടി എന്ന രീതിയിലാണ് ഇസ്രായേൽ ചെയ്ത തരത്തിലാണ് അവിടുത്തെ സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ ഓസ്ട്രേലിയയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടുത്തെ ഒരുപറ്റം ആൾക്കാർ ഒന്നിച്ച്, അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറാണ് സൂസൻ ലേ. ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി. ഈ സൂസൻ ലേയുടെ പാർട്ടിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പായി ചേർന്നിട്ട് വലിയൊരു മൂവ്മെൻറ്റായിട്ട് ഓസ്ട്രേലിയ മാറുകയാണ്. അതായത് ഇങ്ങനെ പോവുകയാണ്. ഈ മൂവ്മെൻറ്റ് വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസിന് രാജ്യം വിടേണ്ട അവസ്ഥ വരും. അയാൾ അത്രക്കും വലിയ രീതിയിൽ ഓസ്ട്രേലിയയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെ പറയുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറി പറയുന്നുണ്ട്. അതായത് നഥാൻ ആൽബനീസ്, ഈ ആൻ്റണി ആൽബനീസിൻ്റെ മകനാണ് നഥാൻ ആൽബനീസ്. ഇയാൾക്ക് ഈ ഖത്തറിലും പല അറബ് രാജ്യങ്ങളിലും അവിടെയൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പാർട്ട്നേഴ്സൊക്കെ ഈ ഹമാസിൻ്റെ ലീഡേഴ്സാണ്, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. തരത്തിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ ഓസ്ട്രേലിയ നടക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ വരുന്ന ദിവസങ്ങൾ പുറത്തു വരും കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ സിഡ്നിയിലായാലും ഓസ്ട്രേലിയയിലെ പല നഗരങ്ങൾ, സിഡ്നി, അഡലേഡ്, കാൻബറ, അവിടെ ക്യാപിറ്റൽ സിറ്റിയായ കാൻബറയിലടക്കം ഈ മുസ്ലിങ്ങളൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ വലിച്ചിട്ട് തല്ലുന്ന, അതായത് ഏത് ഷോപ്പിലും ഒരു മുസ്ലിമും വരണ്ട, നിങ്ങൾ കടയിൽ റെസ്റ്റോറൻറ്റിൽ പോലും വരണ്ട എന്ന രീതിയിൽ പലതരത്തിലുള്ള ഇതും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം പല ഷോപ്പിംഗ് മോളിലടക്കം പോസ്റ്ററുകൾ വന്നിരിക്കുകയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള നോട്ടീസുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയ പലതരത്തിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നീങ്ങിയിരിക്കുകയാണ്. ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് ആൻ്റണി ആൽബനീസിൻ്റെ നയിക്കുന്ന സർക്കാർ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ, ഒരു ഫാർ റൈറ്റ് വിങ് ആണ്. അവർ പ്രത്യേകിച്ച് ഈ മുസ്ലിം ഇമിഗ്രൻസിനൊക്കെ ഇങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് PR ഇതൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഇത് വലിയൊരു മൂവ്മെൻറ്റായി വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ദേശീയത എല്ലാ ജനങ്ങളും ഉയർന്നു കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻ്റ് ആവും. ഓസ്ട്രേലിയൻ സർക്കാർ താഴെ വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ
നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് UK കണ്ടു. ടോമി റോബിൻസൺ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അയാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല. അയാൾ ഈ അടുത്ത കാലത്ത് UK സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഇസ്ലാമിക വൽക്കരണം, അതായത് സമസ്ത മേഖലകളും ഈ ഇസ്ലാമിക വൽക്കരണത്തിൽ അടിമപ്പെടുന്നു. അവിടുത്തെ കുട്ടികൾക്ക്, അവരുടെ UK കുട്ടികൾക്ക് പോലും ഈ ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ ഫോളോ ചെയ്യേണ്ട, അതായത് ഫോഴ്സ്ഫുള്ളി ഫോളോ ചെയ്യേണ്ട അവസ്ഥ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള, അതായത് തനതായ അവരുടെ സംസ്കാരം തകർക്കപ്പെടുന്നു. എല്ലാ മേഖലകളും ഈ അറബിക് കൾച്ചർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ടോമി റോബിൻസൺ ഒരു ഏകദേശം 10,000-നടുത്ത ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു റാലി ഓർഗനൈസ് ചെയ്തിരുന്നു. പക്ഷേ ആ റാലിയിൽ പങ്കെടുത്തത് 1.5 ലക്ഷം പേരാണ്. ശരിക്കും അവിടെ യൂറോപ്പ് തന്നെ ഞെട്ടിപ്പോയ ഒരു കാഴ്ചയായിരുന്നു ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ UK നടന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോബിൻസൺ ഉയർത്തിവിട്ട ആ ഒരു വലിയ അഴിച്ചുവിട്ട ഭൂതമുണ്ടല്ലോ, യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നെതർലാൻഡ്സിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇവന്മാർക്കെതിരെയുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഈ ക്രിസ്മസ് സെലിബ്രേഷൻ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതായത് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്ന സമയത്താണ് ഇവന്മാരുടെ ട്രക്ക് ഇടിച്ച് കയറ്റില്ല, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടത്തുന്ന സമയമാണ്. അപ്പോൾ പല രാജ്യങ്ങളും, ഫ്രാൻസ് പോലും അവരുടെ ക്രിസ്മസ് ഹോളിഡേ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഈ എക്സ്പ്ലോസീവ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ക്രാക്കേഴ്സ് ഒന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂറോപ്പിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുഷ്ടശക്തികൾ, ഇത്തരം ദുഷ്ടശക്തികൾ. അപ്പോൾ ഇവന്മാരെ എവിടെ കിട്ടിയാലും അടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വന്നത്. ഇപ്പോൾ നേരത്തെ UK ഇപ്പോൾ ഓൾറെഡി ടോമി റോബിൻസൺ റാലി നടത്തിയപ്പോൾ അവിടുത്തെ പല മുസ്ലിംസും ഓടിച്ചിട്ട് അടിച്ചു എന്നില്ല വാർത്ത കൊടുക്കുന്നത്. അതായത് പർദ്ദയിട്ട് നടക്കുന്നവന്മാരെയൊക്കെ പരസ്യമായി മര്യാദയ്ക്കുള്ള വസ്ത്രം ധരിച്ച് നടന്നോളം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളത്. അതായത് മറ്റു രാജ്യങ്ങളൊക്കെ, അതായത് പ്രത്യേകിച്ച് പോളണ്ടും ഇസ്രയേലും ഇന്ത്യയും അടക്കം പലതവണ ഇവർക്ക് രഹസ്യ വിവരങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സ്റ്റുഡൻസ് വിസയിലും PR-ഉം ഇതൊക്കെ നിങ്ങൾ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് ഫ്യൂച്ചറും ഉണ്ടാകും. നിങ്ങളുടെ തനത് സംസ്കാരം തർക്കും, നിങ്ങളുടെ ഭാവി തലമുറക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് വലിയ രീതിയിലുള്ള വാണിംഗ് ഓൾറെഡി പോളണ്ടൊക്കെ കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസം തന്നെ പോളണ്ടിൻ്റെ പ്രസിഡന്റ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ സ്ട്രാറ്റജിയാണ് ശരിയെന്ന് ലോകം കാണിച്ചു തന്നു. പോളണ്ടിൽ ഒറ്റ മുസ്ലിംസിനെ അടുപ്പിക്കില്ല, അവിടെ ഒരു മുസ്ലിം പള്ളി പോലുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും തക്കതായി ജയിൽ ശിക്ഷ കൊടുക്കുന്ന രാജ്യമാണ് പോളണ്ട്. ശരിക്കും എന്താ പറയുന്നത്, അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ല. പോളണ്ട് ഇപ്പോൾ നല്ല സമാധാനമായിട്ടാണ് കുറച്ച് കാലമായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തതാണ് ശരി. ആ സമയത്ത് വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ധ്വംസനമൊക്കെ നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോളണ്ട് എതിരെ തിരിഞ്ഞിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ അവിടുത്തെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ചെയ്തതാണ് ശരിയെന്ന് കാലം കാണിച്ചെന്നു. ഓസ്ട്രേലിയയും ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ വാൺ ചെയ്ത മാതിരി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയാലും ഓസ്ട്രേലിയയിൽ എല്ലാ സിറ്റികളിലും മുസ്ലിംസിനിട്ട് ഓടിച്ചിട്ടടിക്കുകയാണ്. അവർ കാരണം അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്ന പേരിലാണ് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.